നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് ബിയുടെ LDF പ്രവേശം സാധ്യമാകുമെന്ന് ആർ ബാലകൃഷ്ണപിള്ള. വ്യക്തിപരമായി മത്സരിക്കാൻ താൽപര്യമില്ലെന്നും LDF ആവശ്യപ്പെട്ടാൽ മാത്രമേ മത്സരരംഗത്തുണ്ടാവുകയുള്ളൂവെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം ലഭിക്കാനുള്ള സീറ്റ് പോലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ലഭിക്കില്ലെന്നും ബാലകൃഷ്ണപിള്ള റിപ്പോർട്ടറോട് പറഞ്ഞു. UDF വിടുകയും LDF പ്രവേശം യാഥാർത്ഥ്യമാകാൻ നിൽക്കുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ് ബിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാവും. തെരഞ്ഞെടുപ്പിന് മുൻപ് LDF പ്രവേശം ഉണ്ടാകുമെന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് ബി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ളയുടെ വിശ്വാസം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. പത്തനാപുരം MLA ആയ KB ഗണേഷ് കുമാറിന് LDF സിറ്റിംഗ് മണ്ഡലം തന്നെ അനുവദിക്കും. പക്ഷേ കൊട്ടാരക്കരയുടെ പേരിനൊപ്പം ചേർത്ത് വായിച്ചിരുന്ന ബാലകൃഷ്ണപിള്ളയ്ക്ക് ഇത്തവണ മത്സരിക്കാൻ കൊട്ടാരക്കര ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ്. LDF ആവശ്യപ്പെട്ടാൽ മാത്രമേ മത്സരരംഗത്തേക്ക് ഉണ്ടാകുകയുള്ളൂ എന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. താല്പര്യമൊന്നുമില്ല, പക്ഷേ LDFിൻ്റെ വിജയത്തിന് ഞാൻ മത്സരരംഗത്തുണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് LDFും പാർട്ടിയും തീരുമാനിച്ചാൽ മത്സരിക്കും. അതെവിടെ മത്സരിക്കണം എന്ന് LDF തീരുമാനിക്കട്ടെ. UDFിന്റെ സ്ഥാപക നേതാവായ ബാലകൃഷ്ണപിള്ളയ്ക്ക് തെരഞ്ഞെടുപ്പിൽ UDFിനെ നയിക്കുന്ന കോൺഗ്രസിന്റെ അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ്. 17-18 സീറ്റ് വേണം പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരിക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റു കാർഗയോ ആരാണ്ടിരിക്കുന്ന പോലെ ഇരിക്കാനൊക്കത്തുള്ളൂ. ഇരിക്കാം, കണ്ടാൻ വിരുദ്ധല്ല വേണ്ട പ്രതിപക്ഷ നേതാവല്ലാതെ. പ്രതിപക്ഷ നേതാവാകാൻ ഔപചാരികമായി ആവശ്യം വരുന്ന സംഖ്യ കോൺഗ്രസിന് കിട്ടുമോ എന്ന് എനിക്ക് സംശയമാണ്. ക്യാമറാമാൻ ഷിജു ചോറയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.